ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂവിൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ എന്ത് ചെയ്യും, ഓരോന്നോരോന്നായിട്ട് അവർക്ക് തിരിച്ചറിവ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമേ കിട്ടുന്ന പണിയെന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ നഷ്ടമാകുന്നുണ്ടല്ലേ. ഭയങ്കര അഹങ്കാരത്തിൽ കൂടി തന്നെയാണ് ഇവർ 2 കോടി രൂപയുടെ വീട് മേടിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ആ ഒരു സമയത്തും രേവതിയും സച്ചിയും ഒന്ന് തടയാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ദുശ്ശകനം കണ്ടു എന്ന രീതിക്ക് രേവതി പറയുന്നുണ്ടെങ്കിലും അത് രേവതിയുടെ കുശുമ്പ് കൊണ്ടാണെന്ന് ശ്രുതി ആ ഒരു സമയത്ത് പറയുന്നുണ്ട്. ഇതുകൂടാതെ അവർ ആ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വീടിന്റെ ഓണർ എന്ന് പറയുന്ന കള്ളൻ അദ്ദേഹവുമായിട്ട് സച്ചി സംസാരിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു വെപ്രാളവും പരവേശമൊക്കെ അയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ അദ്ദേഹം മറക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്, നീ പറ്റിക്കപ്പെടുകയാണ് എന്നൊരു സംശയമുണ്ട് എന്ന രീതിക്ക് സച്ചി ശ്രുതിയോടായിട്ട് പറയുന്നുണ്ടല്ലോ. ആ ഒരു സമയത്തും സച്ചിക്കും രേവതിക്കും കുശുമ്പ് കാരണമാണ് ഇതേ സംസാരിക്കുന്നത് എന്നൊക്കെയാണ് ശ്രുതിയും കൂടെ പറയുകയാണല്ലേ. അങ്ങനെ ആ ഒരു വമ്പൻ നഷ്ടത്തിന് ശേഷം ഇവർ വീട്ടിലേക്ക് ഒന്ന് റിലാക്സ് ആയി തുടങ്ങുമ്പോഴാണ് ഇതേ നീലിമയുമായിട്ട് സച്ചി വീട്ടിലേക്ക് വന്നിട്ട് എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുന്നത്. ആദ്യമൊക്കെ ഇവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീലിമ വന്ന് സത്യങ്ങളെല്ലാം തന്നെ പറയുകയും മാത്രമല്ല തെളിവുകൾ നിർത്തുന്ന സമയത്ത് ഇനി എന്തൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇരുവരും അത് കുറ്റം സമ്മതിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രയ്ക്ക് ആകെ അരച്ചു കയറി വരികയുണ്ട്. ചന്ദ്ര ആദ്യമേ തന്നെ ശ്രുതിയുടെ ഷോൾഡറിൽ കുത്തിപ്പിടിച്ചിരിക്കും, കേട്ടതെല്ലാം സത്യമാണോടാ എന്ന് ചോദിക്കുന്ന സമയത്ത് കേട്ടതെല്ലാം തന്നെ സത്യമാണ്, ഇതിനെല്ലാം തന്നെ പിന്നിലുള്ള ബുദ്ധി എന്നത് ശ്രുതിയുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ തലയിലേക്കായിട്ട് എല്ലാ കുറ്റങ്ങളും ശ്രുതി ചാർത്തി കൊടുക്കുകയാണല്ലോ. പ്രതീക്ഷിക്കാത്ത നേരത്ത് ശ്രുതി ഒറ്റപ്പെടുത്തുന്ന രീതിക്ക് സംസാരിക്കുമ്പോഴത്തേക്കും ശ്രുതിയും ആകെ വല്ലാതായി പോകുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം ശ്രുതിയുടെ ഓരോ മറുപടിക്കും കാരണം നോക്കി അടിച്ചു തന്നെയാണ് ചന്ദ്ര മറുപടി കൊടുക്കുന്നത്. അതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടതാണ്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ ഒന്ന് ഒത്തുതീർപ്പാക്കി വരുമ്പോൾ തന്നെ അടുത്തൊരു പണിയും കൂടി നമുക്ക് ശ്രുതിക്ക് വരാനുണ്ട് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം മേടിച്ചു തരുന്ന വിവരം ശരത്തിലൂടെ തന്നെ രേവതി അറിയുന്നുണ്ട്. ഇത് അറിയുമ്പോൾ തന്നെ രേവതിക്ക് ഭയങ്കര ഷോക്കാവുകയാണ് കേട്ടോ. രേവതി വന്ന ശേഷം ഇത് സച്ചിയോടായിട്ട് പറയുകയും സച്ചി ശ്രീകാന്തിനോട് പറയുന്നുണ്ട്. ശ്രീകാന്ത് മുഖേന ശ്രുതി അറിയുന്നത്. എന്നിട്ട് ശ്രുതിയോട് ഈ ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് ശ്രുതിക്ക് ആകെ ഷോക്കാവുന്നുണ്ടെങ്കിൽ സമയത്ത് എന്നത്തെ പോലെ തന്നെ ശ്രുതിനെ പറ്റിച്ച് ശ്രുതി ആ ഒരു വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്നെ രേവതിയും ശ്രുതിയോടായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ രേവതി ചോദിക്കുന്നുണ്ട്. അതായത് സച്ചിയുടെ ഫോൺ നഷ്ടപ്പെട്ടതിൻ്റെ പിന്നിൽ, അതായത് ശരത്തിൻ്റെ വീഡിയോ ലീക്കായതിൻ്റെ പിന്നിൽ ആന്റണി ആണോ എന്നൊരു സംശയമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നിന്നങ്ങ് ശ്രുതി അങ്ങ് വെട്ടി വേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വർഷ ചോദിക്കണം, ശ്രുതി ചേച്ചി എന്താ ഇങ്ങനെ വേർക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് ചൂട് കാരണമാണ്, ഭയങ്കര ചൂടല്ലേ വർഷ, അതുകൊണ്ടാണെന്ന് ശ്രുതി മറുപടിയും പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ ഒരു സമയത്തുള്ള നമ്മുടെ ശ്രുതിയുടെ ഫേസിലെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം എല്ലാം തന്നെ രേവതിയും വർഷയും നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രേവതിയും സച്ചിയോട് സംസാരിക്കുന്ന സമയത്ത് പലിശയ്ക്ക് ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച കാര്യം നീ ശ്രുതിയോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ചോദിച്ചു, ഇതെങ്ങനെ നീ അറിഞ്ഞു എന്നാണ് എന്നോട് ആദ്യം പറയുന്ന സമയത്ത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അവൾ ആന്റണിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട്. നീ മറ്റേ കാര്യം ചോദിച്ചോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ത് കാര്യമാ സച്ചിയേട്ടാന്ന് രേവതി ചോദിക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് രേവതി, ആന്റണിയാണോ വീഡിയോ ലീക്ക് ആക്കിയത് എന്നൊരു സംശയം നിനക്കുണ്ട് എന്ന് ശ്രുതിയോട് നീ പറഞ്ഞു എന്ന് ചോദിക്കുന്ന നേരത്തെ ഞാൻ അതും പറഞ്ഞു സച്ചിയേട്ട. ആ ഒരു സമയത്ത് ശ്രുതി ആകെ വെട്ടി വേർക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അവളുടെ ഫേസിലാകെ പേടിയും പരിഭ്രമൊക്കെ ഉണ്ടായിരുന്നു എന്ന് രേവതി പറയുന്ന സമയത്ത് വീഡിയോ ലീക്കായതിലും ശ്രുതി ആന്റണിയുടെ കയ്യിൽ നിന്ന് പലിശ മേടിക്കുന്നതും അതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ബന്ധങ്ങളുണ്ട്. എന്തായാലും തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കില്ല. ഒരു കാര്യം ഉറപ്പായി, ഇതിനെല്ലാം പിന്നിൽ ആന്റണിയാണ്. ഇനി ആന്റണിക്ക് ആരാണ് ഫോൺ കൊണ്ടേ കൊടുത്തത്, ശ്രുതി തന്നെയാണോ എന്ന് കൺഫേം ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.